ഇന്റെ മോനെ നാറിയിട്ട് ചെയ്യാ. അല്ല പുഴവെള്ളം കിട്ടി. ഒരു ആനിമേഷൻ പോലെങ്കിലും തന്നുകൂടായിരുന്നോ? നമ്മൾ ഇന്ന് ട്രഷർ ലിങ്കിന്റെ പാക്ക് ഓപ്പൺ ചെയ്യാൻ പോവാ. ഞാൻ ഇതുവരെ പാക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല. അങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇപ്പൊ 59 സ്പിൻ ചെയ്യാണ്ട്. ലക്ഷ്യം റിയോനാണ്. നമുക്ക് നോക്കാം ആരൊക്കെ കിട്ടുന്നുള്ളത്. അപ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ ക്ലാസിക് ട്രിക്ക് വെച്ചിട്ട് തന്നെ തുടങ്ങാം. അതിൻ്റെ അത് ആരൊക്കെ കിട്ടുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നോക്കുക. സോർട്ട് ചെയ്ത് പൊസിഷനിൽ തന്നെയാണ് കിടക്കുന്നത്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ റേറ്റിങ്ങിലേക്ക് ആക്കുക. ഓരോ പ്ലേയേഴ്സിനെയും എടുക്കുക. ഫുൾ ഡീറ്റെയിൽസ് നോക്കുക. ഫുൾ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ആ ബൂസ്റ്റർ അടക്കം നോക്കണേ. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നോക്കുക. എന്നിട്ട് അയാളെ വീണ്ടും തൊട്ട് 10 പ്രാവശ്യം. അതേമാതിരി തന്നെ അടുത്ത ആളെയും നോക്കുക. ഡീറ്റെയിൽസ് നോക്കണം. സ്റ്റോക്ക് എടുക്കുന്നു. അങ്ങനെ ഇയാളെയും 10 പ്രാവശ്യം കറക്കുക. ഇനിയിപ്പോൾ സ്നൈഡർ ഉണ്ട്. സ്നൈഡറിൻ്റെ നോക്കാം. നമുക്ക് ഡീറ്റെയിൽസ് എടുത്ത് സ്നൈഡറിൻ്റെ അടുത്ത് പാസിങ് എഫക്റ്റ് നോക്കി. ഇനി സ്നൈഡറിനെ വീണ്ടും എടുത്തിട്ട് 10 എടുക്കുക. ഇനിയുള്ളത് ആകെയുള്ളതിൻ്റെ അകത്ത് കൊള്ളർ എടുക്കുക. കൊള്ളർ ഓപ്പറേഷൻ ഓൾറെഡി 8 ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ മെയിൻ ട്രിക്കിലേക്ക് പോകുന്നത്. ഈ ട്രിക്കിൻ്റെ അകത്ത് നമ്മൾ ആദ്യത്തെ ഒരു 4 എണ്ണം വെറുതെ അങ്ങോട്ട് സ്പിൻ ചെയ്യാം. ആരും അടിക്കാനൊന്നും പോകില്ല. അങ്ങനെ ഒരു 4 എണ്ണം ചെയ്യാം നമുക്ക്. ഡോർഗു മൂന്നാമത്തെ നമ്മൾ ഇതാണ്. 3ലും ആരുമില്ല. നാലാമത്തെ നമ്മൾ വെറുതെ ഇട്ട്. അതിലും ആരുമില്ല. ഇപ്പം എന്താക്കുമെന്ന് അറിയില്ല. അവന്മാർ ഊമ്പിക്കോന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല കേട്ടോ. സോർട്ട് ചെയ്തിട്ട് ഇനി പൊസിഷനിലാക്കുക. പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയാണ് മെയിൻ ട്രിക്ക്. ഇതെന്ന് വെച്ചിട്ട് ഇവിടെ ഉള്ള ആളെ പിടിച്ചിട്ട് നമുക്ക് ഇയാളല്ലേ വേണ്ട ഒരു 5 പ്രാവശ്യം ചെയ്യാം. ബാക്ക് അടിക്കാം. ഇയാളെ പിടിച്ചിട്ട് ഇപ്പോൾ ഒരു 5 പ്രാവശ്യം അടിക്കുക. ബാക്ക് അടിക്കുക. ഇവനെയും പിടിച്ചിട്ട് ഒരു 5 പ്രാവശ്യം അടിക്കുക. ബാക്ക് അടിക്കുക. സ്പിന്നിടുക. ഇതിൽ സാധാരണ എനിക്ക് എല്ലാ ബാക്കിലും ഇങ്ങനെ കറക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിലും കിട്ടുമെന്ന് വിചാരിച്ച് കറക്കാം. ഇതിലാരുമില്ല. നമ്മളെ എല്ലാം ബേസ് ഇഷ്ടമാണ്. എല്ലാം ബേസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എല്ലാം ബേസ് എല്ലാ ബേസിനും വന്നിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഉള്ള പന്നികൾ എല്ലാം ബേസ് വന്ന് ഇഷ്ടമാണ്. ഇനിയിപ്പോൾ ഒന്നും കൂടി കറക്കാം. 1 2 3 4 5 5 പിടിച്ചിട്ട് ഒരു 10 ഇതിൽ കിട്ടുമെന്ന് ആർക്കറിയാം. ഗോൾ കീപ്പർ ഹൈലൈറ്റ് ആക്കി 2000 ഹൈലൈറ്റ് ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. ചെയ്യാം. ഇത് കൊനാമി നമ്മളെ തേക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. റിലീസ് ചെയ്യാനും പറഞ്ഞത് 2000. ഇനിയിപ്പോൾ അതാ അടുത്ത് 3 4 ഐസ്. ഇതിലൊന്നുമില്ല. ബാക്ക് ഓപ്പണിങ് ഇനി വീണ്ടും ഹൈലൈറ്റ്. നമുക്ക് തൊട്ടടുത്തുള്ളതാണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ആകെ ഉള്ളത് പറഞ്ഞാൽ ഇനി എത്ര സ്പിൻ ഉണ്ട് നോക്കാം.
25 സ്പിന്നും കൂടി ഉണ്ട്. ഇതിൻ്റെ അകത്ത് കിട്ടുകയാണെങ്കിൽ റിയോനെ കിട്ടണം. 5 സ്പിന്ന് നമുക്ക് വെറുതെ ചെയ്യാം. ഒന്ന് ഉറപ്പാ, അതിലേക്ക് ഒന്നിനും തരില്ല. എനിക്ക് കിട്ടുകയാണെങ്കിൽ റിയോനെ കിട്ടണമായിരുന്നു. റിയോനെയും കിട്ടിയില്ല. പിന്നെ എന്താ നിന്റെ മോനെ ഇങ്ങനെ ഉണ്ടാവും. ശോകം എന്ന് പറഞ്ഞാൽ പരശോകസ്ഥ. എല്ലാം ഉണ്ട്. എന്ത് കഷ്ട. കിട്ടുകയാണെങ്കിൽ റിയോനെ കിട്ടണമായിരുന്നു. ഒരു കോപ്പും കിട്ടിയില്ല. എന്താ ചെയ്യടാ. ഈ 10 സ്പിന്നിൽ ആരെങ്കിലും ഒരാളെങ്കിലും ഉണ്ടാവേണ്ടതാണ്. ഇന്റെ മോനെ നാറിയിട്ട് ചെയ്യാൻ. അല്ല പുയോളം കിട്ടി. ഒരു ആനിമേഷൻ പോലെങ്കിലും തന്നുകൂടായിരുന്നു. ആ ഈ പുയോളം കിട്ടി. കിട്ടുകയാണെങ്കിൽ മറ്റോരെ കിട്ടണം. ഭണ്ഡാരം. ഇത് കഷ്ടത്. ഇവനെ കിട്ടണേ, റിയോനെ കിട്ടണേ ഭഗവാനെ. റിയോനെ കിട്ടണേ, റിയോനെ കിട്ടണേ, റിയോനെ കിട്ടണേ, റിയോനെ കിട്ടണേ. നമ്മള് ഒറ്റ സ്പിന്നായിട്ട് ഇടാൻ പോവാ. റിയോനെ കിട്ടും, 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 കിട്ടും. ഇല്ല ഇല്ല ഇല്ല, നിന്റെ പ്രതീക്ഷ ഒക്കെ പോയി. ഞാൻ 9 എണ്ണം കൂടിയല്ല. 9 എണ്ണം വേണ്ട, ഒന്നും കൂടി ഇടാം. എന്നിട്ട് 8 എണ്ണം ഒരുമിച്ച് ചേർക്കാം. അപ്പം അടിക്കാൻ പറ്റും. അതിലും ഇല്ല. എന്തൊരു വൃത്തികെട്ട പാക്കശ. ആകെ പിന്നെയും കൊള്ളാവുന്ന റിയോ ആയിരുന്നു. ആ കാലിനാണ് ഒന്നും ചെയ്തില്ല. എന്ത് കഥയില്ലാത്ത പാക്കശ. ഊമ്പി ഊമ്പി പണ്ടാര ഊമ്പി ഊമ്പി ഊമ്പി. ഇങ്ങനത്തെ ഒരു അലമ്പ് പാക്ക് ഞാൻ ഓപ്പൺ ചെയ്തില്ല. നഷ്ടം, നഷ്ടം. അപ്പൊ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം. പണ്ടാരം.